അപ്പോൾ അതാ ഇന്ന് രാവിലെ തന്നെ കുറച്ച് മുരിങ്ങയിലായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇങ്ങോട്ട് സ്റ്റാർട്ടാക്കിയാലോ. ഇന്ന് കുറച്ച് ലെങ്ത് ആയിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് കുറച്ച് സർപ്രൈസുകളും കാര്യങ്ങളും ബഹളമൊക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ. പക്ഷേ ഞാൻ രാവിലെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ദിവസമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ മോളുവിനെ ഐറൂസിനെ കൊണ്ടാക്കി ലേറ്റ് ആയിട്ടാണ് വന്നതില്ലേ. അപ്പോൾ വന്നതുകൊണ്ട് തന്നെ പിന്നെ മേലൊക്കെ കഴുകി കിടന്ന് പോയപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കർക്കിടഭാവും കാര്യമൊക്കെ സ്കൂളൊന്നും ഇല്ലല്ലോ. ഇതുമോനും സ്കൂളില്ല, എൻ്റെ എട്ടിയോനും സ്കൂളില്ല. അപ്പോൾ ഒക്കെ കൂടെ ആയതുകൊണ്ട് നമ്മൾ നല്ല അങ്ങോട്ട് ഉറക്കച്ചവട അങ്ങോട്ട് മാറണ വരെ ഇങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഉറങ്ങി. എഴുന്നേറ്റ് ഒരു 10-10:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വേഗം കിച്ചണിൽ ഓടി വന്നപ്പോൾ എൻ്റെ കിട്ടിയ പറഞ്ഞ് ഞാൻ നല്ല പഴമൊക്കെ പുഴുങ്ങി കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട, ഇനി ഒന്നും കഴിക്കണ്ട. പക്ഷേ ഉച്ചക്കൊക്കെ എനിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ചോറും നല്ല മുരിങ്ങയിലിട്ടിട്ടുള്ള താളിപ്പും നല്ല കൂട്ടാനൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലത്തെ ഇനിയിപ്പോൾ ആവല്ലേ, രാവിലെ പഴമൊക്കെ തിന്ന് എൻ്റെ ഉറക്ക് ഇടങ്ങേറാക്കണ്ട, എന്നെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് നിന്നതല്ലേ. അപ്പോൾ ഞാൻ കരുതി ഓക്കെ, ഞാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ മുരിങ്ങേൻ്റെ താളിപ്പ് പറയണ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. മുരിങ്ങ ഇല ഉണ്ട് കേട്ടോ. പക്ഷേ എന്താ വെച്ചാൽ മഴയാവുമ്പോൾ ചില സമയം നമുക്ക് അങ്ങോട്ട് വയറിന് പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വെക്കാൻ മടിച്ച് നിൽക്കുകയാണ്. ചിലപ്പോൾ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഏതായാലും മൂപ്പർ പറഞ്ഞതല്ലേ എന്നൊക്കെ കരുതി മൂപ്പർ തന്നെയാണ് കേട്ടോ അത് ഓടിച്ച് തന്നത്. അപ്പോൾ അത് ഓടിച്ചിട്ട് ഞാൻ അങ്ങനെ ഫ്രിഡ്ജിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മുരിങ്ങയിലെടുത്തിട്ട് കുറച്ച് ഉള്ളി, കുറച്ച് തക്കാളി ഒക്കെ ഇട്ടിട്ട് നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. അല്ല എന്താ പറയുക, ചീസൊക്കെ വെച്ചിട്ടുള്ള. അപ്പോൾ എല്ലാ അത്യാവശ്യം പച്ചക്കറികളൊക്കെ നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ അടങ്ങിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം എന്ന് പറയുന്നത് ഏകദേശം 12 മണിയായിട്ടുണ്ട്. ഞാൻ പറയില്ലേ, എഴുന്നേറ്റ് വന്ന് പിന്നെ കുറച്ച് അങ്ങനെ മൂപ്പര് ചായയൊക്കെ കുടിച്ചു എന്നൊക്കെ പറഞ്ഞപ്പം ഞാനിങ്ങനെ പിന്നെ കുറച്ചും കൂടി അങ്ങനെ ഫോണിലൊക്കെ നോക്കി തോണ്ടി അങ്ങനെ ഇരുന്ന സമയം കുറച്ച് നേരം വൈകി. പിന്നെ മുരിങ്ങ ഊരി വെച്ചതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല കുറച്ച് സമയം വയ്ക്കിയതുകൊണ്ടിരുന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു. വിശപ്പുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കി നല്ല അടിപൊളി ചായയൊക്കെ ഉണ്ടാക്കി ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നലെ ഒരുപാട് കമൻ്റ് ഉണ്ടായിരുന്നു, എഗ് ഡയറ്റ് ചെയ്താൽ പെട്ടെന്ന് കുറയും പക്ഷെ അതുപോലെ തന്നെ കൂടും എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കറിയാം, പക്ഷേ എങ്ങനെയെങ്കിലും ഇത്തിരി കുറയാൻ പറ്റുമോ എന്നുള്ള സാധാ ഡയറ്റൊക്കെ ചെയ്തിട്ട് ഒരു മടുപ്പ് വന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലൊക്കെ ആയിട്ട് അതിനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ മാസം ലാസ്റ്റ് വരെ ഒന്നുകൂടി നോക്കാം എന്നുള്ള രീതിയിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 10-ാം തീയതി വരെ 1-ാം തീയതി മുതൽ 3-ാം തീയതി ഒരു കല്യാണം ഉണ്ട്, 7-ാം തീയതി ഒരു കല്യാണം ഉണ്ട്, 9-ാം തീയതി ഒരു കല്യാണം ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ 10-ാം തീയതി മുതൽ വീണ്ടും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴേക്കും വീണ്ടും നമ്മൾ 95 ആവുമെന്ന് എനിക്കറിയില്ല, എന്നാലും അങ്ങനെ ചെയ്യാമെന്നൊക്കെയാണ് വിചാരിക്കണത്. അപ്പം എന്നാ 80 ആവും. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ചീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സങ്കടമുണ്ട്. 100 ദിവസം ചെയ്തിട്ട് അധികം കുറഞ്ഞിട്ടുമില്ല. മൊത്തത്തിലൊക്കെ ഇടങ്ങേറൊക്കെ ഉണ്ട്. പക്ഷേ പോട്ടെ, ഏതായാലും ഞാൻ നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഇതും എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ട സമയം ഒരു 12-12:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കെട്ടിയവരാണെങ്കിൽ നല്ല പഴമൊക്കെ കഴിച്ച് നല്ല എന്താ പറയുക അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ മുട്ടയൊക്കെ കഴിച്ചു. അപ്പോൾ ഓക്ക് വേണ്ടത് എന്താ നൂഡിൽസ് മതി എന്ന് പറഞ്ഞപ്പോൾ വേഗം നൂഡിൽസൊക്കെ കൊണ്ടുവച്ചിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അടുപ്പത്ത് കുക്കറിൽ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല നെല്ലത്തരി അരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് കുക്കറിൽ വെക്കാണ്ട് 2 വിസിലടിച്ച് വെക്കാമെന്ന് കരുതി. സാധാ റേഷൻ കടയിലുള്ള അരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേഗം കറണ്ട് അടുപ്പുമ്മലാണ്ട് വെക്കും, അല്ല അടുപ്പത്ത് വെക്കും കേട്ടോ. ഒറ്റ തിളക്ക് വേവുമല്ലോ. ഇത് പിന്നെ കുറച്ച് വേവൊക്കെ ഉള്ള അരി ആയതുകൊണ്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതൊരു അടുപ്പത്ത് വെച്ചിട്ട് ഒരടുപ്പത്ത് ഇത് മുന്നേ എന്താ മാഗി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഓക്കാണെങ്കിൽ പച്ചക്ക് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ മാഗി. എനിക്കറിയില്ല എന്താണ് ഈ കുട്ടിക്ക് പറ്റണത്. അതിങ്ങനെ എടുത്ത് ഇങ്ങനെ ഓരോ പുട്ട് ഇങ്ങനെ കഴിക്കൂട്ടെ. ഞാനാണെങ്കിൽ അതിന് എപ്പോഴും വായിക്ക് പറയാം ഇങ്ങനെ പച്ചക്ക് കഴിക്കില്ല. അല്ലെങ്കിൽ നൂഡിൽസ് നമുക്ക് വേവിച്ചിട്ട് തന്നെ കഴിക്കാൻ പറ്റാത്ത സാധനമാണ്. പിന്നെ എപ്പോഴെങ്കിലല്ലേ ഇടയ്ക്കല്ലേ എന്ന് വിചാരിച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. നൂഡിൽസ് ഒന്നും അങ്ങനെ കഴിക്കണത് നല്ലതല്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ മക്കൾക്ക് എന്താ ഈ നല്ലതല്ലാത്ത സാധനങ്ങളോട് പ്രത്യേക ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അതന്നെ വേണം എന്നൊക്കെ ഉള്ളൊരു വാശിയാണ്. ഏതായാലും ഞാനത് നല്ല അടിപൊളിയാക്കിയിട്ട് ഒക്കെ നെയ്യൊക്കെ ഒഴിച്ചിട്ട് തന്നെ കുറച്ച് അതിൻ്റെ കേടൊക്കെ ഒന്ന് കുറച്ച് പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ട് നെയ്യൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയത്. നോക്കുകയാണെങ്കിൽ നൂഡിൽസ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ ഇന്ന് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വേഗം അത് ഉണ്ടാക്കി കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഉച്ചക്കത്തെ പരിപാടികൾ കുക്കർ അവിടെ വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫാക്കിയിട്ട് 2-3 കൂക്കിയിട്ടൊന്നുണ്ട്. എന്നാലേ അത് നന്നായിട്ട് വേവുള്ളൂ. അത്യാവശ്യം വേവുള്ള അരിയാണ്. അപ്പോൾ അതവിടെ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചൂടുവെള്ളം പാർന്ന് കണ്ട് അങ്ങോട്ട് ഊറ്റിയെടുത്താൽ അങ്ങനത്തെ കൊഴുപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അടിപൊളി ചോറായിട്ട് നമുക്ക് കിട്ടും. ഇതും അവിടെ തലയൊക്കെ മാന്തി വെയിറ്റിങ്ങിലാണ് എന്തിന് ഈ നൂഡിൽസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ലാസ്റ്റ് വെന്ത് ഏകദേശം
എടുത്ത് വിളമ്പാനായപ്പോൾ ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അവൾക്ക് വിളമ്പി കൊടുത്തു. അപ്പോൾ സ്പൂണ് പിന്നെ ഓളത് കഴിക്കും. ഞാൻ ആ ഒരു ഉണ്ടാക്കിയ സ്പൂണ് ഞാനാണ് കേട്ടോ തിന്നത്. ഇങ്ങനെയുള്ള ഫുഡൊക്കെ കിട്ടുമ്പോഴാണല്ലേ മക്കൾക്ക് ഇപ്പോൾ ഈ മാഗി ഉണ്ടാക്കുമ്പോൾ എനിക്ക് നീനുട്ടിൻ്റെ ഓർമ്മ വരും കേട്ടോ. കാരണം ഓൾക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് നൂഡിൽസ്. അങ്ങനെ മോളൊരു ഇഷ്ടമാണ്, പക്ഷേ അങ്ങനെ അങ്ങനെ പറയാറൊന്നുമില്ല കേട്ടോ. അങ്ങനെ കുറച്ചൊരു അങ്ങനെ നിർബന്ധിച്ചുണ്ടാക്കാറൊന്നുമില്ല. ഏറ്റവും നിർബന്ധിച്ച് ഉണ്ടാക്കിപ്പിക്കൽ നീനുട്ടിയാണ്. ഇതുമ്പോൾ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും രാവിലെ നമുക്ക് മടിയുള്ള ദിവസം വരുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസം അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമാണ് ഇതുമൂനെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കലുള്ളൂ കേട്ടോ. പണ്ടൊന്നും പിന്നെ ഇത് ഇത്രയ്ക്ക് വലിയ കേടുള്ള സാധനമാണ് നൂഡിൽസ് എന്നുള്ളതൊന്നും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ലല്ലോ. ഏതായാലും ഞാൻ ഇന്ന് രാവിലത്തെ പരിപാടികളൊക്കെ അങ്ങനെ തീർന്നതുകൊണ്ട് ഉച്ചയ്ക്ക് ഇതാ നല്ല അടിപൊളിയായിട്ട് നെല്ലത്തേരിയൊക്കെ ഉണ്ട് വെച്ച് ചോറ് നല്ല ഇത് ഇന്നലത്തെ മീൻകറി കേട്ടോ. മീനിൻ്റെ തല വാല് ഇങ്ങനെയുള്ള കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങയില എല്ലാം കൂടി ഇട്ടിട്ട് താളിപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. എക്സ്ട്രാ നല്ല 2-3 മുട്ട ഓംലെറ്റ് ആക്കിയിട്ട് പൊരിച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഞാൻ കഴിക്കുന്നില്ല. ഇതിപ്പോൾ എട്ടിയോനും എൻ്റെ ഇതുമൂനും മാത്രമായിട്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ ഓലൊക്കെ അത് കഴിക്കട്ടെ. ഇപ്പോൾ ഇതുമൂനെ ഇപ്പം ഇങ്ങോട്ട് എഴുന്നേറ്റ് കഴിച്ചതേ ഉള്ളൂ. അവൾ ഫുഡ് കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ വേണ്ടായിരുന്നു. അപ്പോൾ ഞാനതാ ഇതൊക്കെ ഉണ്ടാക്കി ഒരു 2-2:30 ആ ഒരു സമയത്താണ് ഞാൻ ഒരു കളർഫുൾ ലഞ്ചാണ് ഇന്ന് എൻ്റെ. ഇത് പേരയ്ക്കും ആപ്പിളാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടാണ് ഞാൻ, ഒരു പേരയ്ക്കുണ്ട് ഒരു ആപ്പിളുണ്ട്. ഞാൻ ഇതും കൂടി അങ്ങനെ കഴിച്ചു. ഇതും കുറച്ച് കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ ഫ്രൂട്ട്സ് അങ്ങനെ വലിയ ഇഷ്ടമില്ല, എന്നാലും ഇഷ്ടമാണാനും. ഒരു 2-3 കഷ്ണം ആപ്പിളും 2-3 കഷ്ണം പേരക്കൊക്കെ ഈ അതിൻ്റെ കുരുല്ലേ, ഈ പേരക്കൻ്റെ കുരുവിന് കുറച്ചൊരു ഉറപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കടിക്കുമ്പോൾ ഇപ്പോൾ പല്ലൊക്കെ പോയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ പല്ല് പോയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കയറും എന്ന് പറയുന്നത് ഇവിടെ ഇതൊന്നുമില്ല. അപ്പോൾ ആപ്പിൾ മാത്രമാണ് ഇതും അങ്ങനെ കഴിച്ചത്. പേരക്ക അങ്ങനെ കഴിച്ചിട്ടില്ല. എന്തായാലും എൻ്റെ ഒപ്പം ഇരുന്നിങ്ങനെ അവളും കഴിക്കണുണ്ട്. അപ്പോൾ ഒരു 2:30-2:45 വരെ വേറെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കഴിക്കുമ്പോൾ വരെ ഞങ്ങൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് കഴിച്ച് ഇനി രാത്രി വൈകുന്നേരം ഇനി എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. അല്ലെങ്കിൽ മുട്ട തന്നെ പൊരിച്ച്, നമ്മൾ 2 മുട്ടയല്ലേ രാവിലെ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ വൈകുന്നേരം വേണമെങ്കിൽ മുട്ട കഴിക്കാം. എക്സസൈസൊക്കെ ചെയ്ത് വന്നിട്ട് അങ്ങനെയൊക്കെയുള്ള ഓരോ പ്ലാനായിട്ട് ഞാനിങ്ങനെ ഫ്രൂട്ട്സ് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് തട്ടി ഇടുകയാണ് കേട്ടോ. എനിക്ക് പേരക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആപ്പിളിനെങ്ങാണ് ഇഷ്ടം എനിക്ക് പേരക്കയാണ്. ഇതാണ് നല്ല മധുരമുള്ള പേരക്കയാണ് ഇപ്രാവശ്യം കിട്ടിയത്. മാങ്ങ ഉണ്ട് ഫ്രിഡ്ജിൽ, പക്ഷേ മാങ്ങ നമ്മളെ കലോറി കൂടിയ ഐറ്റംസ് ആയതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ വാട്ടർ മെലൺ നമുക്ക് നല്ലോണം കഴിക്കാം അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നെൻ്റെ ലഞ്ച്. ഇതൊക്കെ കഴിച്ച് ഞാനിങ്ങനെ സമാധാനത്തോടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ചെറിയ ചെറിയ പരിപാടികൾ ഞങ്ങൾ ഇന്ന് സ്റ്റാർട്ടാക്കണത് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ. ചെറിയ പ്രതീക്ഷിക്കാതെ പെട്ടെന്നുണ്ടായൊരു സംഭവമാണ്. അപ്പം ഞങ്ങൾ ഇന്നലെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്നലെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയില്ല. അതൊക്കെ എന്താണെന്നൊക്കെ ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ എവിടെയൊക്കെ പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾ കോഴിക്കോട് തുത്തൂൻ്റെ അടുത്തേക്ക് പോകാനുള്ള ഒരുക്കാണ്. അപ്പോൾ അവളെ ബർത്ത്ഡേ ആണ് 28-ാം തീയതി കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ടൊക്കെ ചെറിയൊരു സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കണം എന്നൊക്കെ പ്ലാൻ ഉണ്ട്. അപ്പോൾ നിജുമിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോകാനുള്ള ഒരുക്കാണ്. അപ്പോൾ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ എന്തായാലും ഒന്ന് കാണിച്ച് തരാം. അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ച് പോവാം. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ എന്തായാലും ഒന്ന് റെഡി ആവട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ പോകുമ്പോൾ റെഡി ആവാൻ വേണ്ടി ആദ്യം തന്നെ എന്താ പറയുക ഗിഫ്റ്റുകളൊക്കെ ഒന്ന് സെറ്റാക്കാമെന്നാണ് പ്ലാന്. അപ്പോൾ ഞാൻ ഗിഫ്റ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാടുണ്ടെന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മളേതായിട്ടുള്ള നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന ചെറിയ കുഞ്ഞു ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ചെറുതാണെങ്കിലും ഗിഫ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് ആർക്കെങ്കിലും ഇപ്പോൾ ഇനി ഒരു 10 രൂപേൻ്റെ ഒരു ചോക്ലേറ്റ് ആണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കുക. അത് നമുക്ക് കിട്ടുമ്പോൾ എത്ര സന്തോഷമുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ വേറുള്ളവർക്കും അത് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പം ഞാൻ തുത്തുന് വാങ്ങിയ ഗിഫ്റ്റുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെഡ് ഡ്രസ്സാണ് എൻ്റെ വകയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കവർ കണ്ടോ, ആദ്യം ഞാൻ കാണിച്ച കവറില്ലേ, അത് ഞാൻ അങ്ങനെ വാങ്ങിയതാട്ടോ. ഇതിങ്ങനെ ഷോപ്പിൽ പോയപ്പോൾ കണ്ടപ്പോൾ അപ്പോൾ ഒരു ഭംഗി തോന്നി, ഇപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതും അത് വാങ്ങിയിട്ട് അതിലേക്ക് അങ്ങോട്ട് പാക്ക് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാനിതാ ഇന്നലെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തതാണ്. അവളടുത്തേക്ക് പോകണമെന്ന് വിചാരിച്ചു. ഇന്നലെ പോകണം എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. 28-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ തലേന്നൊക്കെ ആയിട്ട് പിന്നെ ഓളും സുജിയോ മക്കളൊക്കെ എവിടേക്കെങ്കിലും പോവേ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ കഴിയില്ലല്ലോ, മിസ് ചെയ്യുമല്ലോ. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ചെറുതായിട്ടൊക്കെ ഒരു സർപ്രൈസ് കൊടുക്കാമെന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത്. അപ്പോൾ ഇന്നലെ ഞാൻ ഒക്കെ വിളിച്ചിട്ട് ഇങ്ങനെ വേറെ എന്തെങ്കിലും പരിപാടികളോ പ്ലാനിലുണ്ടോ, എന്തെങ്കിലും പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കുറേ ഇങ്ങനെ ചോദിച്ച് വരാൻ
പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിൽ കുറേ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഓളും സുജിയും മക്കളും കൂടി പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട് ഇന്നലേന്ന്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ പോകുന്നത് മെല്ലെ ഇങ്ങോട്ട് ക്യാൻസൽ ചെയ്തിട്ട് ഇന്നൊക്കെ ആക്കി. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചക്കോളെ വിളിച്ചിട്ട് പിന്നെ ഇങ്ങനെ ചോദിച്ചു ഇന്ന് എന്തെങ്കിലും പരിപാടി ഉണ്ടോയെന്ന് അറിയണമല്ലോ. അപ്പോൾ അത് ചോദിച്ചപ്പോൾ ഓള് പറഞ്ഞു ഇല്ല ഇന്ന് കൊടുക്കും പോകണില്ല, നാളെ മക്കൾക്ക് സ്കൂളൊക്കെ ഉള്ളതല്ലേ, നേരത്തെ കിടക്കണം അങ്ങനെയൊക്കെയുള്ള പരിപാടി പറഞ്ഞപ്പോൾ ഞാൻ വേഗം മാക്കും ജൂമിനൊക്കെ വിളിച്ച് നമുക്ക് ഇന്ന് പരിപാടി ഇന്നൊക്കെ കാക്കാട്ടമ്മ എന്നൊക്കെ പറഞ്ഞ് നിന്നതാണ് കേട്ടോ. ഏതായാലും അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നതിന് മുന്നേ ഞാനിത് ഗിഫ്റ്റൊക്കെ കാണിച്ചത്. അപ്പോൾ ആ റെഡ് ഡ്രസ്സാണ് എൻ്റെ വക. എങ്ങനെയുണ്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഏതായാലും എൻ്റെ സ്റ്റിച്ചിങ് ചാനലിൽ ഇടാം കേട്ടോ. അപ്പം സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് കണ്ട് നോക്കും, നല്ല ഭംഗിയുള്ള ഡ്രസ്സല്ലേ. അപ്പം ഏതായാലും അവൾ ഇടുന്നതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ അത് ഡ്രസ്സ് വെച്ചു. പിന്നെ ആ ഒരു ഈ ഒരു ചെരുപ്പ് കണ്ടോ, ഇത് ഈ ബ്ലാക്ക് ചെരുപ്പ് നീനുവിൻ്റെ വക കേട്ടോ. ഓള് പറഞ്ഞിട്ടുണ്ടായിരുന്നു തുത്തുവിന് ചെരുപ്പ് വാങ്ങി കൊടുത്താൽ മതി. അപ്പോൾ നീനുവിൻ്റെ അതേ അളവ് സെയിം അളവാണ് തുത്തുവിൻ്റെ കാല്. അപ്പോൾ അത് എനിക്കറിയാം. അപ്പോൾ ഞാൻ നീനുവിൻ്റെ ചെരുപ്പ് ഇവിടെ ഉള്ളത് കൊണ്ടുപോയിട്ട് ഒരു ബ്ലാക്ക് കളർ എന്ന് പറയുന്നത് തുത്തുവിന് ഭയങ്കര ഫേവറേറ്റ് കളറാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. ഇതിൻ്റെ അണീൻ്റെ മോളുവിൻ്റെ വകയാണ് കമ്മലുകൾ കേട്ടോ. ഡ്രസ്സിന് മാച്ച് ചെയ്ത കമ്മൽ വാങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ഒക്കെ നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന ഗിഫ്റ്റുകളാണ്. അത്യാവശ്യം നല്ല പാർട്ടി വെയർ സംഭവം ഡ്രസ്സുകൾക്ക് ഇടാൻ പറ്റുന്ന കമ്മലാണ് ഒന്ന് വാങ്ങിയത്. അത് കുറച്ച് റേറ്റ് കൂടിയ നല്ലൊരു കമ്മലയാണ് കേട്ടോ. പിന്നെ ഒന്ന് സ്ഥിരം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മല. അങ്ങനെ തുത്തുവിന് കമ്മല വാങ്ങാൻ പോയപ്പോൾ അതിൽ നിന്ന് പറ്റിയപ്പോൾ ഞാൻ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഒന്ന് മോളുവിൻ്റെ വകയായിട്ട് എനിക്കൊരു കമ്മൽ വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കുറച്ചൊരു ആ ഡ്രസ്സിലേക്ക് മാച്ച് ചെയ്യുന്ന റെഡ് ഡ്രസ്സല്ലേ, അപ്പോൾ അതിക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ് കമ്മല വാങ്ങി. പിന്നെ ഇത് കണ്ടോ നല്ല ജീൻസുക്കും നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ട് നല്ല കാണാൻ ഭംഗിയുള്ള ഒരു കമ്മല. ഇത് നല്ല ഭംഗിയില്ല, നല്ല റെഡൊക്കെ ആയിട്ട്. ഇതിന് കുറച്ച് നല്ല റേറ്റ് ഉണ്ട്, മറ്റേതിന് ഒരു നോർമൽ റേറ്റൊക്കെ ആയിട്ടാണ് കേട്ടോ. പിന്നെ എക്സ്ട്രാ മോളൂനൊരു കമ്മലും പിന്നെ എനിക്കൊരു കമ്മലൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒക്കെ ഞാൻ തന്നെ പോയി വാങ്ങിയത് കേട്ടോ. ഈ ഒരു റൗണ്ട് കമ്മലല്ലേ, അതാണ് ഞാൻ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്തത്. ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. മറ്റേത് ആ വെള്ള മുത്തുള്ളത് മോളൂനാണ് കേട്ടോ, മോളൂൻ്റെ വകയാണ് കേട്ടോ. അങ്ങനെ ഒക്കെ വെച്ചു. പിന്നെ ആ ഫ്രെയിം പോലെ സംഭവം കണ്ടോ, അത് ഉമ്മാൻ്റെ വകയാണ് കേട്ടോ. അമ്മ എന്താ ഇപ്പം ഞാൻ കൊടുക്കുക എന്നുള്ളത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുത്താലോ എന്ന് ചോദിച്ചപ്പോൾ അമ്മക്കും അത് ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും നിൽക്കുന്ന ഒരു ഫോട്ടോ, ആ ഫോട്ടോ നമുക്ക് അവിടുന്ന് തന്നെ ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊയിഞ്ഞ് തന്നുകൊണ്ട് എങ്ങനെ എന്താണ് സംഭവം എന്ന് കാണിക്കാൻ പറ്റിയില്ല. ഏതായാലും ഞാൻ പൊളിക്കുമ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ തന്നെ ഉണ്ട് അത് പാക്ക് പൊളിക്കണതൊക്കെ. അപ്പോൾ അതിൽ നമുക്ക് ഫോട്ടോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കൂ കേട്ടോ. അങ്ങനെ ഞാനിതാ പാക്കാക്കാണ്. അപ്പോൾ നോക്കിയപ്പോഴാണ് ആ ഒരു ഫ്രെയിം ഉള്ളതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ പാക്ക് ചെയ്യാനായിട്ട്. എന്നാലും എങ്ങനെയൊക്കെയോ പിടിച്ച് നെക്കി ആ ബട്ടണിൻ്റെ മേലെ അത് എത്തണില്ല കേട്ടോ. പിന്നെ ഇതുമുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റാപ്ലർ, അതൊക്കെ വെച്ചിട്ട് സെറ്റാക്കി ഒരു ഫ്ലവറൊക്കെ വെച്ച് നമ്മൾ ഒരു ക്യൂട്ടാക്കി അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഗിഫ്റ്റ്. പിന്നെ ഞാൻ എൻ്റെ കമ്മലിൻ്റെ പാത്രത്തിലിടുകയാണ് കേട്ടോ. അപ്പോൾ ഗിഫ്റ്റ് പൗച്ചിൻ്റെ ലാസ്റ്റ് ലുക്ക് ഇതാണ് കേട്ടോ. ഇപ്പോൾ ഒരു കണ്ണനിങ്ങനെ ഉണ്ട്, അടിപൊളിയല്ലേ, ഭംഗിയായില്ലേ കേട്ടോ. എല്ലാം അതിൽ ഒതുങ്ങിയിട്ടുണ്ട്. അങ്ങനെ നീനുവിൻ്റെയും ഇതുമുൻ്റെ അല്ല നീനുവിൻ്റെ വകയും മോളുവിൻ്റെ വകയും എൻ്റെ വകയും ഉമ്മാൻ്റെ വകയാണ് ഈ ഗിഫ്റ്റുകളൊക്കെ. പിന്നെ നുജൂമിൻ്റെ വക ഉണ്ട് കേട്ടോ. നുജൂം ഓന് കേക്ക് വാങ്ങാമെന്ന് പറഞ്ഞ ഓന് എനിക്കും അങ്ങനെ കേക്കിന് ഗിഫ്റ്റ് വാങ്ങിയത്. പിന്നെ അപ്പോൾ ഓൻ്റെ വക അതാക്കി. അങ്ങനെ എല്ലാവരും കൂടെ ഒക്കെ ഒരു കുഞ്ഞ് ഗിഫ്റ്റുകളൊക്കെ സെറ്റാക്കി ഞാനിതാ സുന്ദരി റെഡിയായി മാറ്റി വന്നിട്ടുണ്ട്. കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ കൊള്ളാത്തൊരു ചുരിദാർ ഉണ്ടായിരുന്നു, 4 കൊല്ലം മുമ്പിട്ട് ചുരിദാറാണ്, കൊള്ളണേ ഉണ്ടായിരുന്നില്ല. അത് ഇന്നിട്ട് നോക്കിയപ്പം നല്ല കൊള്ളുന്നുണ്ട്. അപ്പം മോള് പറഞ്ഞു, മോള് വീഡിയോ കോൾ ചെയ്തപ്പോൾ ഞാൻ അതങ്ങ് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോള് പറഞ്ഞു അമ്മച്ചി ഇട്ട് നോക്കിക്കോ, ഇതന്നെ ഇട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇട്ട് പോവാം. ഇപ്പാനൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അതിനെ പോയി എടുത്തോ. താത്താൻ്റെ കുട്ടിയോടെ ചിരിച്ചിന് ചുന്ദരൻ ചിരിച്ചിന് എഴുതിയോ? അത് ചിരിച്ചിങ്ങനെ വരും. താത്ത ഉമ്മ താത്ത പറഞ്ഞു തരാണ് ഉമ്മ താത്ത. ഇറങ്ങല്ലേ
പോരുമ്പോലെ കേക്കും വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കണമെന്നാണ് ചോദിച്ചത്. കാരണം ഞങ്ങൾ ഇപ്പം തന്നെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കണ്ടല്ലോ. അപ്പം കേക്ക് പാക്ക് ചെയ്ത് അതിൽ എന്തെങ്കിലും പേരൊക്കെ എഴുതി സെറ്റാക്കി ഞാൻ ഇവിടുന്ന് തന്നെ അരീക്കോട് തന്നെയായിട്ട് വാങ്ങി പോന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇനി കുറച്ച് ലേറ്റ് ആവും, 7:30 ഇറങ്ങിയാൽ മതി എന്ന് നിജവും പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ വേഗം ചായ ഉണ്ടാക്കി. ഞാൻ കരുതി വേഗം ഇറങ്ങാം, ലേറ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ ഒന്നും ഉണ്ടാക്കി നേരം കളയണ്ടല്ലോ, നേരെ പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉമ്മിപ്പൊക്കെ അവിടുന്ന് ഓട്ടോറിക്ഷയ്ക്ക് ഇങ്ങോട്ട് എത്തി. ഇനി ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങൾ കാറിൽ പോയിട്ട് നുജൂം അവിടെ എണ്ണീറ്റ് വെയ്ക്ക് പോയാൽ നുജൂം അവിടെ വെയിറ്റ് ചെയ്യാം. അവിടുന്ന് എന്ത് ചെയ്യാം, അവർക്ക് നാനക്ക് നുജൂമിൻ്റെ കാറിൽ കയറാമല്ലോ, അങ്ങനെ പോകാമെന്നാണ് പ്ലാന്. അവിടെ കുത്തിവെച്ച ആ ഫോണ് കുത്തിവെച്ച മുന്നിലോ ബാക്കിലോ ഇതെല്ലാം വെച്ചാലും മതി. ഇതുമോ ആ ഫോണാകുമ്പോൾ കുത്തിവെച്ച ഞാൻ കരുതി എനിക്ക് അങ്ങനെ കേക്കല്ലല്ലോ. പുറത്തത്തെ ലൈറ്റ് മാത്രം ഇടുക. അത് ചിലപ്പോൾ നീലു മുന്നിക്ക് പാൻ്റെ അടുത്ത് കയറിയ കാര്യം ഇവിടെ ഒക്കത്ത് കയറീനെ. ഓളാട് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഓഹോയ് ഇത് കാണുന്നുണ്ടോ താത്തന്റെ കുട്ടീനെ? കൂട്ടെ കാണുന്നുണ്ട്, പല്ല് മാത്രമേ കാണുള്ളൂ. അതോ നിലൂടെ നിലു സ്കൂൾ ബസ്. അങ്ങനെ അതാ ഞങ്ങൾ ഒരു 7:30 ആയപ്പം അരീക്കോട് നിന്ന് ഇറങ്ങിയിട്ടോ. ഒരു 5:45 6 മണിക്കൊക്കെയാണ് മഞ്ചേരിയിൽ നിന്ന് ഇമ്മിയും നാനയൊക്കെ പോകുന്നത് കേട്ടോ. അവരവിടുന്ന് ഒക്കെ പെട്ടെന്നുള്ള പരിപാടി. ഞാൻ പറഞ്ഞില്ല 4 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഒരു ഉറപ്പ് പറഞ്ഞത്. അങ്ങനെ അവരവിടുന്ന് ഓട്ടോ പിടിച്ച് പോന്നു, കേക്കൊക്കെ വാങ്ങി സെറ്റാക്കി പോന്ന്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു 7:30-ക്കാണ്. പിന്നെ അങ്ങനെ നേരെ അന്നേറ്റിൻ്റെ മുന്നിൽ കൂടെ പോയി. അപ്പോൾ അവിടുന്ന് നുജും അവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇതാ നാനിയും നുജും അവിടെ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ കാർതാണ്ട് അപ്പുറത്ത് അവിടെ നുജും വണ്ടി നിർത്തിയിട്ടുണ്ട്, അതിലേക്ക് അങ്ങോട്ട് മാറി കയറണം. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. അപ്പം അമ്മ പറഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങൾ ആയിരിക്കും കാറുണ്ടല്ലോ, ഇതിൽ തന്നെ പോവാലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരതാ പിന്നെ വണ്ടിയിലൊക്കെ കയറ്റി കൊടുക്കുന്നുണ്ട്. നീലുവിനതിൽ ആക്കി കൊടുത്തിട്ട് ഞങ്ങൾ പോവാണ്. ഇനി എന്താ പറയുക, ഞാനെന്തോ ഫോണോ എന്തോ സംഭവം എടുക്കാൻ മറന്ന് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നതാട്ടോ. അങ്ങനെ രണ്ട് വണ്ടിയിലൊക്കെ കയറി ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ഇനി തുത്തുവിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവളുണ്ടോ ഇല്ലേ ഉണ്ടാവുമോ എന്നുള്ള പേടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. എത്ര ആയാലും നമ്മൾ ചോദിച്ചാലും തുത്തുൻ്റെ വീഡിയോ കാണുമ്പോൾ ഒരു ചാനലുണ്ടല്ലോ, അവളെ വീഡിയോ കാണൽക്കാരെ അവർ പെട്ടെന്നൊക്കെ ഉണ്ട് ഫുഡ് കഴിക്കാൻ പുറത്ത് പോവുക, രാത്രി ഒരു ഡ്രൈവിന് പോവുക, ഇതൊക്കെ ഒരു പരിപാടിയൊക്കെ അവർക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും നമ്മളൊരു 2 കൽപ്പിച്ച് ഒരു പോക്കണം. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സർപ്രൈസ് അവൾക്ക് കൊടുക്കണം. അവൾ ഒരിക്കലും പ്രതീക്ഷിക്കൂല കേട്ടോ. കാരണം ഇത്ര പ്രായത്തിനിടയ്ക്ക് നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഓക്കൊരു ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പം അവൾ ഒരിക്കലും പ്രതീക്ഷിക്കൂല. അപ്പോൾ ഇതാണ് കേട്ടോ നീനുവിൻ്റെ, ഞങ്ങളിപ്പോൾ തുത്തുൻ്റെ റോട്ടിൽ തിരിഞ്ഞ് ഇതാണ് നീനുവിൻ്റെ ജോലി ചെയ്യുന്ന സ്ഥാപനം. അവൾ അവിടെ ഉണ്ട്, പക്ഷേ ഓളെ വിളിക്കാൻ പറ്റില്ലല്ലോ. ഓക്ക് 11 മണി വരെയാണ്, ഇന്ന് രാത്രി 11 മണി വരെയാണ് ഡ്യൂട്ടി. അപ്പോൾ ഓൾ അവിടുന്ന് വിളിക്കാനും വയ്യ. അപ്പോൾ ഞങ്ങൾ മടങ്ങുമ്പോൾ ഓളെയും കൊണ്ട് പോകാൻ നാളെ ഒക്കെ ലീവാട്ടോ നീനുവിന്. അപ്പോൾ ഇന്നാവുമ്പോൾ ഞങ്ങൾ മടങ്ങുമ്പോൾ ഓളെയും എടുത്ത് പോകാമെന്ന് കരുതി. ഇന്ന് ഇങ്ങോട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈനും എന്ത് ചെയ്യും, രാത്രി ഒക്കെ പോരാൻ കഴിയില്ലല്ലോ. അവിടെ നിന്നിട്ട് നാളെ രാവിലെ വരാമെന്നൊക്കെയാണ് ഇന്നും പ്ലാന്. എന്തായാലും ഞങ്ങളിതാ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നുജൂമത മുന്നിലുണ്ട്, ഞങ്ങൾ പിന്നിലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുമ്മ പറഞ്ഞ് ഞാൻ പോയി ബെല്ലടിക്കാം. ഒരു എന്താ വെച്ചാൽ ഗേറ്റിൻ്റെ അവിടെ ക്യാമറ ഉണ്ട് കേട്ടോ തുത്തുൻ്റെ അവിടെ. അപ്പം അവൾ അതിൽ നിന്ന് ബെല്ലടിക്കുമ്പോൾ ആയിക്കൂടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആരാണെന്നൊക്കെ കാണുമല്ലോ. അപ്പോൾ ഓളെ കാണുമ്പോൾ റെയിനും ആരിനൊക്കെ ഒന്ന് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഇതുമാണ് ഓടിപ്പോയിട്ട് ബെല്ലടിച്ചത്. അപ്പോൾ ബെല്ലടിച്ചപ്പോൾ ഇങ്ങനെ ടോട്ടോ വന്നിട്ട് ഭയങ്കര കുര ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുമ്മൂൻ്റെ കാലിൻ്റെ
എടുത്ത് നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും അവിടെ അതിൻ്റെ ഗേറ്റിൻ്റെ അപ്പുറത്തൊരു നേലിങ്ങനെ കാണുന്നുണ്ടോ. പക്ഷേ ഇതൊന്നും കാണുന്നില്ല കേട്ടോ. കാരണം ഓള് ബെല്ലടിച്ചിട്ട് അയക്ക് നോക്കി നിൽക്കുകയാണ്. പക്ഷേ ടോട്ടോ അവിടെ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം പിന്നെ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഗേറ്റ് ഇങ്ങനെ തുറന്ന് ഇതും അങ്ങോട്ട് പോകാൻ നിന്നപ്പോഴാണ് ടോട്ടോനെ കണ്ടത് കേട്ടോ. കണ്ടതിൽ പിന്നെ ഓൾ ഓടി വണ്ടി കയറിയിട്ട് അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് ഇങ്ങോട്ട് കയറുകയാണ് കേട്ടോ. വണ്ടി ഡോറൊക്കെ തുറന്ന് കയറണം. അപ്പോൾ തുത്തുവിന് മനസ്സിലായിട്ടില്ല. ഓളെന്തോ കിച്ചണിൽ പാത്രം കഴുകുക അങ്ങനെ എന്തോ ആയിരുന്നു. മക്കളാണ് ക്യാമറയ്ക്ക് ഒന്നുകൂടെ നോക്കിയതും ഞങ്ങളാണെന്ന് മനസ്സിലായതൊക്കെ കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ചെമ്മീ അതെ അതെ എനിക്ക് സർപ്രൈസ് ഓളെ കൊടുക്കേ. എന്തായാലും ഒന്ന് വരാൻ നോക്കിയിട്ട് ഇന്നലെ ഹണി വന്നത് തുത്തുവാ. ഇന്നലെ ഹണി വന്നതൊക്കെ ഇതിന് മാണ്ടിയിട്ട് ഇനി പക്ഷെ ഇന്നലെ പിന്നെ അതായി വിനോക്ക് പോവും വേണം. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഇന്നലെ വരാൻ പ്ലാൻ ഇട്ടിരുന്നു. അപ്പോൾ ഇന്നലെ ഏതായാലും മോള് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഓക്ക് ഏതായാലും ഐറൂസിൻ്റെ ഡോക്ടറെ കാണിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും വന്നതല്ലേ എന്നാൽ പിന്നെ ഞങ്ങൾ മോളും പോന്നോട്ടെ എന്ന് കരുതി ഇന്നലെ വരാൻ നോക്കിയതായിരുന്നു. അപ്പോൾ അവൾ രാത്രി പിന്നെ രാത്രി ഫുഡ് കഴിക്കാനും ഇപ്പോൾ പോകുന്നുണ്ട് സുജിൻ്റെ ഒപ്പം പുറത്ത് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എപ്പോഴാണ് എത്താന്ന് അറിയില്ലല്ലോ. റിസ്ക് എടുക്കണ്ടെന്ന് കരുതി പിന്നെ അങ്ങനെയാണ് പോയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ മോളും ഇന്നലെ വന്ന് പോയതല്ലേ. ഇന്നും കൂടി ഓക്ക് വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഓക്ക് വരാൻ കഴിഞ്ഞില്ല. എന്തായാലും ഞങ്ങൾ എല്ലാവരും ഉള്ളവരൊക്കെ കൂടി ഇനിയിപ്പോൾ നീണ്ട് പോയാൽ ചിലപ്പം ഒന്നും നടക്കലുണ്ടാവില്ല. ഇതിങ്ങനെ ഒക്കെ ഒരു 30ാമത്തെ ബർത്ത്ഡേ. അപ്പോൾ 30 എന്നൊക്കെ പറയുമ്പോൾ വേറൊരു നമ്പറിലേക്ക് കിടക്കില്ല. അപ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നിജുമിനോട് പറഞ്ഞപ്പോൾ ഓനും പിന്നെ ഫുൾ സപ്പോർട്ട് കിട്ടോ. ഞാൻ പറഞ്ഞപ്പോഴേക്കും ഓൻ പറഞ്ഞു ഓക്കെ താത്ത നമുക്ക് എന്താ വെച്ചാൽ പോവാലോ എപ്പോഴാ വെച്ചാൽ പോവാലോ എന്ന് പറഞ്ഞു. ഗിഫ്റ്റൊക്കെ ഞങ്ങൾ റെഡിയാക്കുള്ളൂ. അപ്പോൾ പറഞ്ഞു കേക്ക് ഞാനും വാങ്ങിക്കൊള്ളാം. അങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു പെട്ടെന്നുണ്ടായിരുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ വന്നിട്ട് തന്നെ ഇതാ തുത്തു കേക്കും സംഭവങ്ങളൊക്കെ എന്തൊക്കെയോ കൊണ്ടുവരും, മിഠായും ചോക്ലേറ്റും ഒക്കെ. പിന്നെ എനിക്ക് മധുരം കണ്ടാൽ പിന്നെ എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ഒരു പീസ് 1-2 പീസ് കഴിച്ചു കേട്ടോ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഗിഫ്റ്റ് ഒന്ന് കൊടുക്കാം അല്ലേ. അതുകൂടി ഒന്ന് നോക്കാം. ജസ്റ്റ് ഓള മുഖഭാവമൊക്കെ ഒന്ന് നമുക്ക് നോക്കാമല്ലോ. തിത്തോ അതൊക്കെ അവിടെ വെച്ചാ ഒന്നും ചെയ്യണ്ടല്ലോ, പിടിച്ചാ പോരെ. സർപ്രൈസ് ആണോ മുഖം? വന്നിട്ട് ഇത് പൊളിക്കല്ലേ. ഞാൻ എന്റെ വക കേൾക്കാന്ന് പറയാൻ സിമ്പിളായിട്ടുള്ള കമ്പനി ഹെവി ആയിട്ടുള്ള സ്റ്റൈൽ ഇങ്ങോട്ട് കാണി.
അടുത്ത് വീഡിയോ എടുത്തത്. ഇപ്പൊ മനസ്സിലായി മീനൂട്ടി ഇന്റെ ചെരുപ്പിട്ടോക്കെ. അതെ പകാണ്. ബ്ലാക്ക് എന്റെ ഇഷ്ടപ്പെട്ട കളറാണ്, അതുകൊണ്ട് അതെല്ലാം അങ്ങോട്ട് സെലക്ട് ചെയ്തു. കറക്റ്റ് ആണോ? സെലക്ഷൻ കേട്ടോ എല്ലാം. നീലിന്റെ ആയാലും ഹണിന്റെ ആയാലും ഉണ്ടോ? നീലിന്റെ അളവിന് മീനൂന്റെ അളവ് തന്നെയാണ് എന്റെ അളവ്. അല്ല ഉമ്മ കൊടുത്തോ? ഉമ്മാന്റെ എന്തൊരു പുകമറ. ബാക്ക് ക്യാമറ ഒന്ന് തുടക്കേണ്ടി വരും. നോക്കട്ടെ. ആ മാറ്റുണ്ട്. നല്ല പ്ലെയർ ഉണ്ട്. നല്ല മാറ്റുണ്ട്. സർപ്രൈസ് ആവണേ. മാറിക്കുന്നാലും സർപ്രൈസ് എന്ത് ഇങ്ങോട്ട് കാണിക്കേ, ഫോട്ടോസ് ഇങ്ങോട്ട് കാണിക്കേ തിരിച്ച്. ഇവിടെ വെക്ക്, ഇവിടെ വെക്ക്. എന്നെ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. രസമുണ്ട്. അളവിന്റെ അടുത്തുണ്ടല്ലോ, അന്നത്തെ അളവുള്ളൂ. പണ്ടത്തെ അളവായിക്കാണ് എന്റെ ആ അളവുള്ളൂ ഓളെ. അതെ ചെരുപ്പിട്ടില്ലേ? അത് പറഞ്ഞു. പിന്നെ ഓള് റെഡ് പറഞ്ഞാണ് അത് വാങ്ങിയത്. ഇനി അത് ഇട്ടാളാ നോക്കല് സന്തോഷിച്ചിട്ട്. കുത്ത് കുറേ ആയി എന്നോട് ഒരു റെഡ് ഡ്രസ്സ് എനിക്ക് അടിച്ചു തരുമോ താത്ത, നല്ലൊരു ഗൗണ് നല്ലൊരു പാർട്ടി വെയറൊക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് അടിച്ചു തരേണ്ടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ബർത്ത്ഡേ ഒക്കെ ആയപ്പോൾ ഞാൻ ഓക്കെ ഇനിയിപ്പോൾ എന്താ ഞാൻ സ്റ്റിച്ച് ചെയ്യാമെന്ന് തോന്നുന്നു. പിന്നെ അതാണ് ഓടിയത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു റെഡ് ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. ഇന്നലെ മിനിയാന്ന് ഒരു ദിവസം അങ്ങോട്ട് അങ്ങോട്ട് തയ്ച്ചതായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് തയ്ക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. പക്ഷെ അത് കാണിക്കാനും വയ്യ, വീഡിയോയിൽ കണ്ടാൽ ഒക്കെ മനസ്സിലാവില്ലേ, അതുകൊണ്ട് ഞാൻ കാണിക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര പൊലിവായി ഇങ്ങനെ നടക്കുന്നുണ്ട്. അവൾ സുജിക്കൊക്കെ കാട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് വേഗം ഓടിപ്പോയതാണ് കേട്ടോ ഡ്രസ്സ് കാണിക്കാൻ. അങ്ങനെ പിന്നെ കമ്മലിട്ട് ചെരുപ്പിട്ടു. ഉമ്മാൻ്റെ ഗിഫ്റ്റ് കണ്ടില്ലേ, പിന്നെ ഇതൊക്കെ അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമായോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പിന്നെ കേക്ക് കട്ടിങ്ങിൻ്റെ സെക്ഷനിലേക്ക് അങ്ങോട്ട് നോക്കട്ടെ കേട്ടോ. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ.
എന്താ വെച്ചാൽ ഞാൻ ആ വോയിസ് ഇങ്ങനെ കേൾപ്പിക്കണം എന്താ വെച്ചാൽ അവിടുത്തെ ഒരു ഏകദേശം ഒരു സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ കൂടുതൽ എന്തൊക്കെയോ സംസാരിക്കുന്നതുകൊണ്ടാണ് ഈ ഭാഗമൊക്കെ ഞാൻ പിന്നെ ഓരോ കാര്യങ്ങളും കലപ്പിലെ കേൾക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ ഈ ഭാഗം വോയിസ് തന്നെ ഒഴിവാക്കിയത്. അപ്പോൾ ഏകദേശം ആ ഒരു വീട്ടിലത്തെ ഒരു ബഹളവും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവാൻ അതിൻ്റെ ഒരു ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇടയിൽ കൂടെ ഇങ്ങനെ വോയിസ് കേൾപ്പിക്കണത് കേട്ടോ. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ നീനുവിന് പിന്നെ വീഡിയോ കോൾ ചെയ്യാൻ വയ്യ, ഓള് ഡ്യൂട്ടിയിലല്ലേ. മോളൂന് ഞങ്ങൾ അപ്പം തന്നെ ഞാൻ ആ വീഡിയോ കോൾ ചെയ്തിട്ട് കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഓളും കൂടി കണ്ടോട്ടെ, അവളെ ഉള്ള പോലെ തന്നെ ഓക്ക് കാണാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് ഇതാ കേക്ക് കട്ടിങ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ബഹളം കൂടി ഒന്ന് കേൾക്കാം. Happy birthday to you. Happy birthday to you. Happy birthday to you. അങ്ങനെ ഇതാ കേക്ക് കട്ട് ചെയ്തു. പിന്നെ അറിയാലോ മക്കൾക്കായിരിക്കുമല്ലോ ആദ്യം കേക്ക് കട്ട് ചെയ്യുമ്പോൾ ആവശ്യമില്ലേ. ആര്യന് പിന്നെ കേക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. അപ്പോൾ അവന് തന്നെ ആദ്യത്തെ പീസ് കൊടുത്തു. പിന്നെ ഇതുമ്മോന് റെയിനുട്ടന് പിന്നെ ഉമ്മാക്ക് ഉപ്പാക്ക് പിന്നെ നമ്മളെ നീലുട്ടന് കൊടുക്കാൻ വിട്ടിടുമോ. അങ്ങനെയെങ്കിൽ കേക്ക് നമുക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും എല്ലാവർക്കും ഓരോരോ പീസ് അങ്ങനെ കൊടുക്കുന്നുണ്ട്. ആദ്യം ഉമ്മാക്ക് ഒരു പീസ് കൊടുത്തു, പിന്നെ ഇപ്പാക്ക് കൊടുത്തു. ഇപ്പം കഴിഞ്ഞിട്ട് പിന്നെ സുജിക്ക് കൊടുക്കാൻ നോക്കുമ്പോൾ സുജി മുന്നിലേക്ക് വരുന്നില്ല കേട്ടോ. അതെന്താ വെച്ചാൽ ഓളെ ക്യാമറയിൽ പെടുമെന്ന് ഇതുപോലെ അവിടെ ക്യാമറ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് സുജിക്കാരൻ, എന്നാലും ഓളയിൽ പെടേണ്ടത് മുന്നിക്ക് ഇൻ്റെ കെട്ടിയവനായാലും ഓളെ കെട്ടിയവനായാലും ഒക്കെ ക്യാമറ മുന്നിൽ കണ്ട് വരാൻ കുറച്ചൊരു മടിയുണ്ട്. പക്ഷേ വീഡിയോയിൽ നമ്മൾ അറിയാതെ പെട്ടെന്ന് വിചാരിച്ചിട്ട് വലിയ കുഴപ്പമില്ലാണോ. അപ്പോൾ അങ്ങനെ വിട്ട് നിൽക്കാണ്ട് പിന്നെ അവിടെ കൊണ്ടുപോയി കൊടുത്തു. അത് കഴിഞ്ഞതാ നുജൂമിന് കൊടുത്തു. പിന്നെ എനിക്ക് തന്നു. ഞാൻ തിന്നാൻ പോയപ്പോൾ എനിക്ക് എൻ്റെ നുജൂമാട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് എല്ലാവർക്കും ഇതാ ഓരോ പീസൊക്കെ വെച്ച് കൊടുത്ത് അതിന് ശേഷം പിന്നെ മമ്മിനെയാണ് കേട്ടോ അപ്പോൾ ഇത് വിളിക്കണത്. ഇങ്ങോട്ട് വരികയാണ്. മമ്മി മടിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വരി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ എന്താ വെച്ചാൽ ഒരു ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നു ഗോവയിൽ. ഓളെ വീഡിയോയിലൊക്കെ കാണാം. ഗോവയിലൊരു ചെറിയ ട്രിപ്പിന് പോയതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ കേട്ടോ. ഭയങ്കര ക്ഷീണമുണ്ട്, കിടക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ മോളൂനാണ് ഇതാ ഇപ്പോൾ വീഡിയോ കോളിൽ മോളും ഉണ്ട് കേട്ടോ. അപ്പോൾ മോളൂനാണ് ഈ കാണിച്ചു കൊടുക്കുന്നത് കേക്ക്. ഐറോസും മോളും അവിടെ ഓൺലൈനിലുണ്ട്. രണ്ടാളും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. കാണാം മോളൂന് സങ്കടം ഉണ്ട്, വരാൻ പറ്റാത്തതിലുള്ള ഒരു വിഷമവും സങ്കടവും ഒക്കെ ഉണ്ട്. ഐറൂസാണെങ്കിൽ കേക്ക് കണ്ട് ഇങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഒരു പീസ് ഒക്കെ കൊടുത്ത് ഒപ്പിച്ച് പിന്നെ ഞാൻ ഈനുവിനുള്ളത് സെപ്പറേറ്റ് 2 പീസ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഓളിന്ന് ഏതായാലും വരുന്നല്ലേ, അപ്പോൾ ഓക്കും കൊടുക്കാമെന്നൊക്കെ കരുതിയിട്ട് നീനുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പോൾ തന്നെ തുത്തു വേഗം KFC ഓർഡർ ചെയ്തിട്ടുണ്ട് സ്വിഗ്ഗിയിൽ. ഫുഡ് എന്തെങ്കിലും കഴിച്ച് പോകാമല്ലോ. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ചോറ്, റൈസ്, ബിരിയാണി, ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള സംഭവങ്ങളോട് കൂടെ അതിലേറെ താല്പര്യം ബ്രോസ്റ്റ് അങ്ങനെയുള്ള അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ നേരെ ഒന്നും സംശയിച്ച് നിൽക്കാനൊന്നും നിന്നില്ല. ചിക്കനാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അതാ കുറച്ച് നേരം ഇങ്ങനെ തട്ടിമുട്ടി നിന്നപ്പോഴേക്കും വന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞാൻ തുത്തൂന് തയ്ച്ച ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന് എന്തായാലും കമൻ്റായിട്ട് പറയണം. ഇഷ്ടപ്പെടുകയാണെങ്കിലൊന്ന് പറയണം കേട്ടോ. അങ്ങനെ സാധനമൊക്കെ എത്തി ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ടുണ്ട്. പിന്നെ ഇത് എന്താ എല്ലില്ലാത്ത ബ്രോസ്റ്റാണ് പറഞ്ഞു. ഇത് എല്ലുള്ളതാണെന്നൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല. ഏതായാലും ഞാൻ 2ഉം എടുത്തിട്ടുണ്ട് ഓരോ പീസ്. പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും എടുത്തിട്ടുണ്ട്. ഞാൻ അരീക്കോട്ട് പോരുമ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് കഴിച്ചത് ഏകദേശം മനസ്സിലായല്ലോ. ആകെ കയ്യിൽ നിന്ന് പോയൊരു അവസ്ഥയാണ്. അപ്പോൾ അത് പിന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മൾ അതിന് തുത്തുൻ്റെ ബർത്ത്ഡേ ആകുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കാതെക്കാൻ പറ്റുമോ? നിങ്ങൾ തന്നെ പറയും, പറ്റുമോ? അപ്പോൾ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിച്ചതാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇനി നുജുമിനും എന്താ പറയുക ഭയങ്കര തിരക്കുള്ള നേരമായിട്ട് വന്നിട്ട് ഇതിലൊക്കെ കൂടാനോ ശരിക്കും 12 മണി വരെ ഒന്ന് ഡ്യൂട്ടിയൊക്കെ ഉള്ളതായിരുന്നു. എന്നാലും എല്ലാവരും ഇപ്പോൾ ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് വേറൊരു ആളൊക്കെ ഹെൽപ്പ് ചെയ്ത് ഈ ഒരു സംഭവത്തിനെത്തി. ഇനി രാവിലെ നേരെ തോന്നി ഡ്യൂട്ടിക്ക് നുജുമിന് കയറാനുണ്ട്. ഇനിയിപ്പോൾ രാവിലെ ആയാലും എൻ്റെ കെട്ടിന് നാളെ സ്കൂളിൽ ഇന്ന് കറുത്തവാവായതുകൊണ്ട് സ്കൂൾ ഉണ്ടായിരുന്നില്ല, പക്ഷെ നാളെ ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഫുഡ് കഴിച്ച് വേഗം പോകുക എന്നുള്ള പരിപാടിയാണ് കേട്ടോ. വേഗം നമ്മൾ പോകാനുള്ള ഇതിലാണ്. പക്ഷേ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ നീനുട്ടിയുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഓക്ക് നാളെ ലീവാണ്. ഓക്ക് 4 ദിവസം ലീവാണ് കേട്ടോ. അപ്പം ലീവ് ആയതുകൊണ്ട് ഓളും കൊണ്ടാണ് ഞങ്ങൾ പോണത്. ആദ്യം ഓളെ എടുത്തിട്ട് ഓളെ പിന്നെ എന്താ പറയുക ഹോസ്റ്റലിലേക്ക് പോകണം. അവിടെ നിന്നുള്ള ഡ്രസ്സും ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ എടുക്കണം. 4 ദിവസം ഒഴിവായതുകൊണ്ട് ഇനി അതൊക്കെ അവിടെ ഇട്ട് പോരണ്ടല്ലോ. ഓരോ ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ടൊക്കെ വേണം നമുക്ക് പോവാൻ. എന്തായാലും ഫുഡൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോകാനുള്ള ഇതാണ്.
അതിൻ്റെ ഇടയിൽ കൂടെ തുത്തു വേഗം വേഗം ആ പുതിയ ഡ്രസ്സ് ഇട്ട് പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ടായിരുന്നു. ഞാൻ എന്താ അറിയില്ല വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. അതൊക്കെ ഇവളിങ്ങനെ കഴുകണതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടൊന്നുമില്ല, ഒക്കെ വേഗം അങ്ങോട്ട് ക്ലീൻ ആക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞത് അമ്മ ഇപ്പം ഇപ്പൊക്കെ പോവാണ് നുജുമിൻ്റെ ഒപ്പം. ഒരു ഇനി മഞ്ചേരിക്കാണല്ലോ. അപ്പം ഉമ്മാൻ്റെ വക ഒരു ഉമ്മ കിട്ടി, ഇപ്പാൻ്റെ വക അതാ നിങ്ങൾക്കൊക്കെ ടാറ്റ തരുന്നുണ്ട്. അപ്പോൾ യാത്രയൊക്കെ പറഞ്ഞ് എല്ലാവരും ഇറങ്ങുകയാണ്. ഞങ്ങൾ ഇവരിറങ്ങി ഇനി നീനുവിനെ കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് ഇറങ്ങാൻ കേട്ടോ. ഏതായാലും ഓല് പോയ ഉടനെ തന്നെ നീനു വിളിച്ചു. ഞങ്ങളും അപ്പം തന്നെ ഇറങ്ങി കേട്ടോ. നീനുവിനുള്ള കേക്കും ബ്രോസ്റ്റും ഒക്കെ ഇട്ട് ഞങ്ങളും ഇറങ്ങും നേരെ എന്താ പറയുക ഓളെ അടുത്ത് പോയിട്ട് ഓളെ എടുത്ത് നേരെ ഹോസ്റ്റലിലേക്ക് പോയി. അതിന് പോണ സമയത്ത് തന്നെ ഓള് ഫുഡൊക്കെ കഴിക്കുക അങ്ങനെയൊക്കെയാണ്. അപ്പം ഏതായാലും ഇതാ ഓലൊക്കെ നിലും നാനിയും നുജും ഒക്കെ ഇറങ്ങുകയാണ്. ഇനി അടിപൊളിയായിട്ടുള്ള ഒരു 30ാമത്തെ ബർത്ത്ഡേയാണ്. ഒരുപാട് ബർത്ത്ഡേകൾ ആഘോഷിക്കാൻ തുത്തൂന് കഴിയട്ടെ എന്ന് ആശംസിച്ച് ഒരു നല്ലൊരു ബർത്ത്ഡേ വിഷസും ഒരു കുഞ്ഞു ഗിഫ്റ്റും ഒക്കെ കൊടുത്തു ഓളെ നല്ല ഹാപ്പി ആക്കിയിട്ടാണ് ഞങ്ങളെല്ലാവരും മടങ്ങണത്. അങ്ങനെ ഞങ്ങൾ പോരുന്നേങ്ങാണ് സങ്കടമാണ്. റെയ്നൂനും ആര്യനും ഇതുമ്മൂനും പിരിയാനുള്ളൊരു സങ്കടം കേട്ടോ. എന്തായാലും ഞങ്ങൾ നീനു വിളിച്ചപ്പോൾ ഒരു 11:30 കൂടി വീട്ടിൽ നിന്നെത്തി. അവളിതാ ഞങ്ങളുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. കൊട്ടാരത്തിൽ നല്ലൊരു ദിവസം ആയതുകൊണ്ട് പിന്നെ നീനുവിന് ലീവൊക്കെ ആയത് നീനുവിനെ കിട്ടിയതുകൊണ്ടും എല്ലാം കൂടി സന്തോഷമായതുകൊണ്ട് ഒരു മുടിപ്പാട്ടൊക്കെ പാടി ഇങ്ങനെ ഞങ്ങൾ പോവാണ്. അപ്പോൾ വണ്ടിയിൽ കയറി ഇടുന്നുണ്ട്. ബ്രോസ്റ്റൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷമാണ് കേക്ക് കഴിച്ചത്. ഇനി നേരെ അവൾ ഹോസ്റ്റലിലേക്ക് പോകണം, അവിടെ നിന്നുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം, ഒക്കെ കാറിലാക്കി നേരെ വീട്ടിലേക്ക് തിരിച്ച് പോയി കിടന്നുറങ്ങണം. ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ അതൊക്കെ കൂടെ എടുത്ത് ഞാൻ ഈ വീഡിയോൻ്റെ ലെങ്ത്ത് ഇനി ഒന്നും കൂടി കൂട്ടണ്ടല്ലോ അല്ലേ. അല്ലെങ്കിൽ തന്നെ ഇന്ന് 36-37 മിനിറ്റ് ആയിരുന്നു. എന്നാലും വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും എന്താ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്ന് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നേരെ അവളെ ഹോസ്റ്റലിൽ പോയിട്ട് അപ്പോൾ നാളെ എന്തായാലും വെയിറ്റ് കൂടും. അതുകൊണ്ട് ഞാൻ നാളെ വെയിറ്റ് മെഷീൻ്റെ അടുത്ത് കൂടി നാളെ പോകില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നാളെ കാണാം. ബൈ.